ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ ഒരു പുതുപുത്തൻ സ്റ്റോറി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ സ്റ്റോറിക്ക് 2 പാർട്സാണ് ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞൊരു പോർഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിലും ആയിരിക്കും ഇടുന്നത്. ഇപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ജോയിൻ ചെയ്ത് സെക്കൻഡ് പാർട്ടും കഴിഞ്ഞിട്ടായിരിക്കും ആ പോർഷൻ അത് കേൾക്കാം. അപ്പം കഥ തുടങ്ങിയാലോ. എൻ്റെ പേര് അജാസ്. വീട്ടിൽ എന്നെ അജു എന്ന് വിളിക്കും. എനിക്കൊരു 24 വയസ്സുണ്ട് പ്രായം. താമസിക്കുന്നത് എറണാകുളത്താണ്. ഞാൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വെറുതെ നടക്കുന്നു. ഇടയ്ക്ക് ജോലിക്ക് പോയിരുന്നു. എന്നാലും ഞാൻ വീട്ടുകാർക്കും നാട്ടുകാർക്കുമെല്ലാം സഹായിയാണ്. പിന്നെ എൻ്റെ ഹോബി എന്താണെന്ന് വെച്ചാൽ ഈ പ്രായത്തിലെ എല്ലാ യുവാക്കളും ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ. പിന്നെ വീഡിയോസ് കാണലും പുസ്തക വായനയും. പിന്നെ ഞാൻ അത്ര ഡീസൻ്റ് ഒന്നുമല്ല. പെൺപിള്ളേരെ വളയ്ക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല. 1-2 ആൻറ്റികൾ എനിക്ക് സെറ്റായിട്ടുണ്ട്. ഡേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു ധന്യാൻറ്റി, പിന്നെ എൻ്റെ ചങ്കായി മാറിയ ദീപാൻറ്റി. കാണാൻ വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ട് നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാണ് ഞാൻ. എനിക്ക് സ്വന്തമായി പെങ്ങളൊന്നുമില്ല. പിന്നെ ഒരു കസിൻ പെങ്ങളുണ്ട്. റുക്സാന എന്നാണ് അവളുടെ പേര്. എൻ്റെ അമ്മായിയുടെ മക്കളാണ്. 1 കിലോമീറ്റർ ഗ്യാപ്പിലാണ് വീടെങ്കിലും ഞങ്ങൾ ഒരുപാട് കാണാറില്ല. കാരണം അവളുടെ ഉമ്മ, അതായത് എൻ്റെ അമ്മായി, ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. മോളെ കെട്ടിപ്പൂട്ടിയിട്ട് വളർത്താനാണ് അവൾക്കിഷ്ടം. പിന്നെ ഞങ്ങൾ കൂടുതൽ കാണുന്നത് എന്തെങ്കിലും ചടങ്ങുകളോ പരിപാടികളോ മറ്റോ ഉള്ളപ്പോഴാണ്. ആദ്യമൊക്കെ ഞാൻ അവളോട് വളരെ നോർമലായിട്ടാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ രീതികൾ മാറി തുടങ്ങി. എപ്പോഴും ബീഫും ബിരിയാണിയും മട്ടനും എല്ലാം കഴിക്കുന്നത് കൊണ്ട് തന്നെ അവൾ ആദ്യമൊന്ന് കൊഴുത്തു. പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയാണ് റുക്കൂന്. അവൾക്ക് 19 വയസ്സാണ് പ്രായം. പക്ഷേ 36 വയസ്സിന്റെ വളർച്ചയാണെന്ന് തോന്നും. ഇടയ്ക്ക് അമ്മായിയുടെ വീട്ടിൽ പോകുമ്പോൾ പെണ്ണിനെ വീട്ടിലിടുന്ന ഡ്രസ്സിൽ കാണുവാൻ സാധിക്കും. ചിലപ്പോൾ ഒരു ഷോർട്ട്സും ബനിയനും മാത്രമായിരിക്കും ഇട്ടിരിക്കുന്നത്. എൻ്റെ പൊന്നോ, പൊളി കാഴ്ചയാണ്. സ്പർശനെ പാപം ദർശനെ പുണ്യമെന്നാണല്ലോ നമ്മുടെ സലീംകുമാരേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കും അമ്മായി ഇവളെ എനിക്ക് കെട്ടിച്ചു തന്നിരുന്നെങ്കിൽ എന്ന്. അമ്മായിയുടെ മകൾ എൻ്റെ മുറപ്പെണ്ണം കൂടിയാണല്ലോ. ഇപ്പോൾ പറഞ്ഞ ദർശന സുഖം എനിക്ക് വല്ലപ്പോഴും വീണി കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. കാരണം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അമ്മായി അവിടെയുള്ള സമയമാണെങ്കിൽ പിന്നെ പെട്ടെന്ന് തട്ടനും പാൻറ്റും എല്ലാം എടുത്തിടും. എന്നിട്ട് തട്ടം ബനിയന്റെ മുകളിലൂടെ ചുറ്റിക്കൊണ്ട് നന്നായി മറയ്ക്കും. പ്രായത്തിൽ കവിഞ്ഞ പെണ്ണിന്റെ സൗന്ദര്യം ഒരു അന്യ പുരുഷൻ ആസ്വദിക്കാതിരിക്കാൻ വേണ്ടിയാണ് അമ്മായി അവളെ കൊണ്ട് അതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അമ്മായിയുടെ കയ്യിൽ നിന്നും അവയ്ക്ക് നല്ല വഴക്ക് കേൾക്കും. കാരണം അമ്മായിക്ക് അറിയാലോ, തൊട്ടായി പറ്റുന്ന പ്രായമാണ് പെണ്ണിൻ്റേത്. പിന്നെ എൻ്റെ പ്രായത്തിലുള്ള ആൺപിള്ളേരുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട. ഉറപ്പായും മോളെ വളയ്ക്കാനെല്ലാം നോക്കും. ഏതുമ്മയാണ് അതിനെ സമ്മതിച്ചു കൊടുക്കുന്നത്? ഞാനാണെങ്കിൽ അമ്മായിയുള്ളപ്പോൾ അവളോട് വലിയ തമാശകളൊന്നും പറയാറില്ല. പഠിത്തത്തെക്കുറിച്ചും മറ്റുമെല്ലാം ചെറുതായി സംസാരിച്ചിട്ട് വേഗം അവിടുന്ന് വലിയും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മായിയുടെ മുന്നിൽ നല്ല സർട്ടിഫിക്കറ്റാണ്. അവൻ നല്ല പയ്യനാണ് എന്ന അമ്മായി പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മാമ ഗൾഫിലാണ്, അതായത് റുക്സാനയുടെ ബാപ്പ. മാമ ഗൾഫിൽ കിടന്ന് സമ്പാദിക്കുന്ന കാശ് ഇവിടെ ഇരുന്ന് കൈകാര്യം ചെയ്യുന്നതും അമ്മായി തന്നെയാണ്. ഒരാൾക്കും 1 അഞ്ചിന്റെ പൈസ പോലും അമ്മായി കൊടുക്കാറില്ല. എൻ്റെ വാപ്പ ഒരു ദിവസം അമ്മായിയോട് കുറച്ച് ക്യാഷ് കടം ചോദിച്ചു. ഇവർ കയ്യിൽ കാശ് വെച്ചിട്ടും വാപ്പയുടെ മുഖത്ത് നോക്കി ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ കാശെല്ലാം വെച്ച് അമ്മായി ചെയ്യുന്ന നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നല്ല ഭക്ഷണമെല്ലാം മകൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നല്ല കൊഴുത്ത ചരക്കാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരാൾക്കും അതുവഴി പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അമ്മായിക്ക് എല്ലാവരെയും സംശയമാണ്. ഡെലിവറി ബോയ്സിനെ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ പോലും ഈ അമ്മായി റുക്സാനയെ സമ്മതിക്കാറില്ല.
ശരിക്കും പറഞ്ഞാൽ റുക്സാന ഒരു കൂട്ടിലിട്ട തക്ക തന്നെയാണ്. അങ്ങനെ ഇരിക്കെ റുക്സാനയെ ഒന്ന് കാണാൻ ആഗ്രഹം തോന്നി നിന്നപ്പോഴാണ് ഇൻസ്റ്റഗ്രാം നോട്ടിഫിക്കേഷൻ കണ്ടത്. ദീപാന്റെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ? ഓ സോറി, ഡീറ്റെയിലായി പറഞ്ഞില്ല അല്ലേ? ആ കഥ ആദ്യം പറയാം. ദീപാന്റിക്ക് മെസ്സേജിനൊരു റിപ്ലൈ കൊടുക്കട്ടെ. ദീപാന്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ പരിചയപ്പെടുന്നത് ഡൽഹിയിൽ വെച്ചാണ്. കുറച്ചുനാൾ മുമ്പ് ഞാൻ എൻ്റെ ജോലിയുടെ ആവശ്യമായി ഡൽഹിയിൽ ചെന്നപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് ആന്റീനെ പരിചയപ്പെട്ടത്. അന്ന് എൻ്റെ പേഴ്സ് കാണാതെ പോയിരുന്നു. റെസ്റ്റോറൻറ്റിൽ വെച്ച് മറന്നു പോയതാണ്. ആന്റിയുടെ കയ്യിൽ അത് കിട്ടി. അതെനിക്ക് കൊണ്ടു തന്നപ്പോൾ കാണാതായ പേഴ്സിന്റെ കൂടെ ഒരു നല്ല ഫ്രണ്ടിനെയും കിട്ടി എനിക്ക്. ആന്റിക്ക് അവിടെ ഒരു ചെറിയ ഹോം സ്റ്റേ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡൽഹിയിലെ ഫുഡ് കഴിച്ച് ബില്ല് പേ ചെയ്യാനായി ഇറങ്ങുമ്പോഴാണ് ആന്റീനെ റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണുന്നതും പരിചയപ്പെടുന്നതും. ഇല്ലായിരുന്നെങ്കിൽ ആ റെസ്റ്റോറൻറ്റിലെ അടുക്കളയിലെ പാത്രം കഴുകേണ്ടി വന്നേനെ. ഞങ്ങളന്ന് സംസാരിച്ചു. ഞാനൊരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആന്റി പറഞ്ഞു, എനിക്ക് സ്വന്തമായി ഒരു ഹോം സ്റ്റേ ഉണ്ട്, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ വന്നോളൂ, അതുപോലെ നല്ല കേരള ഫുഡ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. ഞാൻ ആന്റിയുടെ ഹോം സ്റ്റേ കാണാനായി പോയി. എനിക്ക് നല്ലൊരു ചായയും സ്നാക്സും തന്നു. ഞാൻ ഹോട്ടലിൽ പോയി ചെക്ക് ഔട്ട് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു പോയി. അങ്ങനെ അന്ന് ഞാൻ അവിടെ വന്ന് താമസമായി. 3 ദിവസത്തേക്കും കൂടെ ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ 3 ദിവസം നല്ല അടിപൊളി ഫുഡും കഴിച്ച് അതുപോലെ ആന്റിയായി നല്ല കമ്പനിയായി അവിടെ കൂടി. ആന്റിക്ക് 55 വയസ്സുണ്ട്. ആന്റി നല്ല അടിപൊളിയായിട്ട് സംസാരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. വീട്ടിലെ കാര്യങ്ങൾ, ഫ്യൂച്ചർ പ്ലാൻ, അങ്ങനെ ഒരുപാട് സംസാരിച്ചു. ആന്റി വെൽ സെറ്റിൽഡ് ആണ്. ഹസ്ബൻഡ് ഒരു ആക്സിഡന്റിനെ പറ്റി അതിനുശേഷം അധികം മിണ്ടാറില്ല. പുള്ളി അല്ലെങ്കിലും കുറച്ച് റിസർവ് ടൈപ്പാണ്. ആളുടേതായ ഒരു ലൈഫിൽ ഒതുങ്ങിക്കൂടുന്നു. മക്കളെ എല്ലാം കെട്ടിച്ചു. എല്ലാരും വിദേശത്താണ്. റിട്ടയർഡ് ലൈഫ് ഹാപ്പി ആയിട്ട് ആഘോഷിക്കുവാൻ ഇപ്പോൾ. ഹോബീസായിട്ട് പൂന്തോട്ടം, വൈൻ മേക്കിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. അതിൻ്റെ കൂടെ സൈഡായിട്ട് ചെയ്യുന്നതാണ് ഹോം സ്റ്റേ പരിപാടി. അങ്ങനെ ഞാൻ ഡൽഹിയിൽ നിന്നും തിരിച്ചു പോന്നു. അതിനുശേഷം ഡൽഹിയിൽ ആര് പോകുന്നുണ്ടെങ്കിലും ഞാൻ ആന്റിയുടെ നമ്പർ കൊടുത്ത് അവിടെ സ്റ്റേ ചെയ്തോളാൻ പറയും. അങ്ങനെ ആന്റിക്ക് നല്ല ബിസിനസ്സും കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ വേറെ രീതിയിലുള്ള സംസാരങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞാൻ കാരണം ആന്റിക്ക് ഒരുപാട് ബിസിനസ് കിട്ടിയത് കൊണ്ട് തന്നെ ആ ഒരു സ്നേഹം എപ്പോഴും എന്നോടുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് ജോലി ആവശ്യത്തിനായി ഇടയ്ക്ക് പോകേണ്ടി വന്നു. വല്ലപ്പോഴും മാത്രം. ഡൽഹിയിലേക്ക് ചെല്ലുന്നത് കുറവായിരുന്നു. എന്നാലും ആന്റി അവധിക്കാലങ്ങളിൽ ഡൽഹിയിലേക്ക് ക്ഷണിക്കും. ഇനി ആന്റിയെ പറ്റി പറയുകയാണെങ്കിൽ ആളിരുന്നിറമാനം. പക്ഷേ സംസാരം കൊണ്ടും പേഴ്സണാലിറ്റി കൊണ്ടും നമുക്ക് ആളോടൊരു ബഹുമാനം തോന്നും. അത്രയ്ക്കും നല്ല ക്യാരക്ടറാണ് ആന്റിയുടെ. 55 വയസ്സുണ്ടെങ്കിലും ഒട്ടും മുടവ് തട്ടാത്ത നല്ല ഷേപ്പുള്ള ബോഡിയാണ് ആന്റിയുടെ. അത് ആന്റിയുടെ ജീവിത രീതി കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഹസ്ബൻഡ് ആക്സിഡന്റ് ആയി കിടക്കുകയില്ലേ. അങ്ങനെ ഫോണിൽ കൂടെ മാത്രം വല്ലപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ ഒരു തവണ എനിക്ക് ഡൽഹിയിൽ ചെല്ലേണ്ട ഒരു ആവശ്യം വന്നു. അന്ന് ആന്റീനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ അവിടേക്ക് ചെന്നു. ആന്റിക്ക് എന്നെ കണ്ടതും ഒരുപാട് സന്തോഷമായി. കാര്യം എന്നെ 2 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. ഫോണിൽ കൂടെ വല്ല കാലത്തും വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കും എന്നതിലുപരി നേരിട്ട് കാണുന്നത് 2 വർഷങ്ങൾ കഴിഞ്ഞാണ്. നീയൊന്ന് വലിയ ചെക്കനായി പോയല്ലോ, അന്നിവിടെ വന്നപ്പോ പൊടി പയ്യനായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു ആന്റിയുടെ സ്വീകരണം. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് സംസാരിച്ചു. വൈകുന്നേരം കപ്പയും മീൻകറിയും ഒക്കെ തന്നു. അതിനുശേഷം ഞാൻ യാത്രാക്ഷീണം മാറ്റാനായി കുറച്ചു നേരം ഉറങ്ങി. ഒരു 7 മണിയായപ്പോ ആന്റി എന്നെ വിളിച്ചുണർത്താനായി വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറെ നേരം സംസാരിച്ചു. അങ്കിൾ ആ ടൈമിൽ പുറത്ത് നടക്കാനായി പോയേക്കുമായിരുന്നു. അങ്ങനെ ആന്റിയുടെ വിശേഷങ്ങളെല്ലാം അന്വേഷിച്ചു.
എന്നും ഒരേ വിശേഷം തന്നെ. പൂന്തോട്ടം നോക്കുക, അങ്കിളിനെ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ. അപ്പോൾ ഞാൻ തമാശ രൂപേണയായി ആന്റിയോട് പറഞ്ഞു, ഡൽഹിയിൽ എന്നെ താമസിക്കുന്നത് ആന്റി. ഡേറ്റിംഗ് വെബ്സൈറ്റിലേക്ക് കയറി ചുമ്മാ പുതിയ ആൾക്കാരെയൊക്കെ കണ്ട് സംസാരിക്കത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ആന്റി പറഞ്ഞു, പിന്നെ ഈ പ്രായത്തിലെ ഒന്ന് പോടാ ചെക്ക. അപ്പൊ ഞാൻ പറഞ്ഞു, ആന്റിക്ക് അറിയാൻ വയ്യാനിട്ട്. ആന്റിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 55. വെബ്സൈറ്റ് നോക്കിയാൽ അറിയാം, 40-നും 70-നും ഇടയിലുള്ള സ്ത്രീകൾ ഒരുപാടുണ്ട്. അവർ കളി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നല്ലൊരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ സംസാരിക്കാൻ ഒരാളിനെ അങ്ങനെ നോക്കുന്നവരുമുണ്ട്. അപ്പോൾ ആന്റി പറഞ്ഞു, പിന്നെ ഇതൊക്കെ ഈ പ്രായത്തിൽ ആരാ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനൊക്കെ അങ്ങനെ പ്രായം വലുതുമുണ്ടോ? ചുമ്മാ ഒരു പ്രൊഫൈൽ എടുത്തിട്ട് നോക്ക്. ചെറിയ പിള്ളേര് തൊട്ട് വലിയ ആൾക്കാർ വരെ ആന്റിക്ക് റിക്വസ്റ്റ് അയക്കുമെന്ന് പറഞ്ഞു. ചെറിയ പിള്ളേരോ? ആന്റി ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെയൊക്കെ പ്രായത്തിലുള്ള 25-35 വയസ്സ് പ്രായത്തിലുള്ളവരെയൊക്കെ ആന്റിക്ക് റിക്വസ്റ്റ് അയക്കും. അവരുടെ എല്ലാം ഉദ്ദേശം വേറെ പലതുമായിരിക്കും. പക്ഷേ നോക്കിയും കണ്ടൊക്കെ സെലക്ട് ചെയ്തോണം. വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാർ കുറവാണ്. അപ്പോൾ ആന്റിക്ക് ഒരു അതിശയമായിരുന്നു, 25 വയസ്സുള്ള ആളുകളൊക്കെ ഈ പ്രായമായി എന്നെ നോക്കുമോ എന്ന്. അപ്പോഴാണ് ഞാൻ ശരിക്കും ആന്റിയെ ശ്രദ്ധിച്ചത്. അതുവരെ തോന്നാത്ത എന്തോ ഒരിത് എനിക്ക് ആന്റിയോട് തോന്നി തുടങ്ങി. ഞാൻ മൊത്തത്തിലൊന്ന് നോക്കി. ആന്റിയുടെ ഒരു ബോഡി ലാംഗ്വേജ് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞാൻ പറഞ്ഞു, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇരിക്കും. ചിലർക്ക് പ്രായം ഒരു പ്രശ്നമല്ല. ചിലർ നോക്കും. ഞാനങ്ങനെ നോക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. ജീവിതം ഒന്നേയുള്ളൂ, അത് എൻജോയ് ചെയ്ത് ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ പറഞ്ഞു. ആന്റി ചിരിച്ചുകൊണ്ട് കുസൃതി ചോദ്യം പോലെ എന്നോട് ചോദിച്ചു, പിന്നെ നീ ആണെങ്കിൽ ഇപ്പോൾ എന്നെ ഡേറ്റ് ചെയ്യാൻ വരുമോ എന്ന്. ഞാൻ പറഞ്ഞു, അതിനിപ്പോ എന്താ, നമുക്ക് ഡേറ്റ് ചെയ്യാമല്ലോ. ഞാനാണ് ഇന്ന് തൊട്ട് ആന്റിയുടെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞു. ആന്റി പോടാ ചെറുക്കാവിടുന്ന് എന്ന് പറഞ്ഞ് കളിയാക്കി. അപ്പോൾ ഞാൻ വിട്ടുകൊടുത്തില്ല. ബോയ് ഫ്രണ്ടിനോട് ഇങ്ങനെയാണോ പറയുന്നത്? സ്നേഹത്തോടെ സംസാരിക്കൂ ദീപക്കുട്ടി. അപ്പോൾ വീണ്ടും ചിരിച്ച് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴാണ് പറയുന്നത്, ആന്റി എന്തിനുമൊക്കെ സന്തോഷം അറിഞ്ഞിട്ട് 15 വർഷത്തിൽ മുകളിലായിരിക്കുന്നു എന്ന്. ഞാൻ പറഞ്ഞു, സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും ആന്റി. അത്രയും കാര്യമായില്ലേ അങ്കിളിനെ നോക്കുന്നേ. കാര്യം പുള്ളി അങ്ങനെ ഒരുപാട് സംസാരിക്കുന്നില്ല. ആക്സിഡന്റിന് ശേഷം തീരെ സംസാരം കുറവാണ്. ഞാനിപ്പോ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അതല്ലാതെ ഇതൊന്നും നിർബന്ധമുള്ള കാര്യങ്ങളൊന്നുമല്ലല്ലോ. ആന്റി ഇവിടെ ബോറടിച്ചിരിക്കുമ്പോൾ ബോറടി മാറ്റാനൊരു വഴി. അപ്പോൾ ആന്റി പറഞ്ഞു, എങ്കിലും നീ പറഞ്ഞപ്പോ ഈ പ്രായത്തിലും ഇതിനൊക്കെ സ്കോപ്പ് ഉണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. ഞാൻ പറഞ്ഞു, ഇതിനങ്ങനെ പ്രായ വ്യത്യാസമൊന്നുമില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഒരു ആന്റീനെ ഏറെക്കുറെ സെയിം പ്രായം ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പ്രായം കഴിഞ്ഞ് എല്ലാം നിന്നു എന്ന് വിചാരിക്കുന്ന സ്ത്രീകളിൽ പിന്നീടൊരു തുടക്കമുണ്ടായാൽ അവർ നല്ല രീതിയിൽ ആസ്വദിക്കുമെന്ന്. ഒരുമാതിരിപ്പെട്ട ആന്റിമാരൊക്കെ ഒറ്റപ്പെടൽ കൊണ്ടുള്ള ഡിപ്രഷനൊക്കെ കാരണം മനസ്സുകൊണ്ട് മാത്രം പ്രായമാകുന്നവരാണ്. അങ്ങനെ ഞങ്ങൾ ഡീപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഇതിനിടയിൽ ഞാൻ കുസൃതി കാട്ടി ആന്റിയോട് പറഞ്ഞു, ബോയ് ഫ്രണ്ടിന് എന്താ ഇന്ന് രാത്രി ഉണ്ടാക്കി വെക്കുന്നേ? കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ താടി. ആന്റി തമാശ രൂപത്തിൽ തല്ലാനൊക്കെ വന്നു. പക്ഷെ ആന്റിക്ക് ഈ പ്രായത്തിലും ഇതൊക്കെ നടക്കും എന്ന് കേട്ടപ്പോ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ മുഖത്ത് കണ്ടു. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആസ്വദിക്കാൻ മനസ്സുണ്ടെങ്കിൽ പ്രായം ഒരു പ്രശ്നമല്ല എന്ന്. ആന്റി നോക്കുന്നെങ്കിൽ നോക്കിക്കോ, നല്ല കുറെ ഫ്രണ്ട്സിനെ കിട്ടും. പിന്നെ വിശ്വസിക്കാൻ പറ്റുന്നവരുമായി എന്തെങ്കിലും ആവണമെങ്കിൽ ആവാം എന്ന് ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും എന്നോട് ചോദിച്ചു, ഈ ചെറിയ പയ്യന്മാർക്ക് എന്താ ആന്റിമാരോട് ഇത്രയും ഇഷ്ടമെന്ന്.